നീറ്റിന് വേണ്ടി അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്ത് 1, 2, 3 വർഷമൊക്കെ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് അത്രയും നമ്മൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ സെക്കൻഡും നീറ്റിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച് എക്സാം എഴുതി ആൻസർ കീ നോക്കിയപ്പോൾ നല്ല മാർക്ക് നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ശരിക്കും പെട്ടെന്ന് അത്രയും നമുക്ക് ഷോക്ക് തരത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നീറ്റ് 2026 നമ്മൾ കേട്ടതും അനുഭവിക്കേണ്ടി വന്നതും അല്ലേ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇനി അതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട ആ ദിവസങ്ങളെപ്പറ്റി ഓർത്തുകൊണ്ടിരിക്കുകയോ ഒന്നും ചെയ്തിട്ട് നമുക്ക് യാതൊരു നേട്ടവും ഇല്ല. അത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. നെഗറ്റീവായിട്ട്, അതായത് നീറ്റ് ആസ്പയറൻറ്റിൻ്റെ ലൈഫിൽ നെഗറ്റീവായിട്ട് ഉണ്ടായ ഒരു സംഭവം എന്ന് ഉള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഏത് കാര്യത്തിലും ഒരു പോസിറ്റീവ് വശവും കൂടെ ഉണ്ടാവുമല്ലോ. നമ്മൾ ഒരു കാര്യത്തിൻ്റെ നെഗറ്റീവ് മാത്രം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ലൈഫിൽ നെഗറ്റീവ്സേ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അത് ഏതൊരു കാര്യമാണെങ്കിലും, ഈ നീറ്റിൻ്റെ കാര്യമല്ല, ജീവിതത്തിലെ ഏത് കാര്യം തന്നെ വന്നാലും. അപ്പോൾ ആ നെഗറ്റീവുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഭാവിയിൽ അത് പോസിറ്റീവിലേക്ക് പോകാനായിട്ടുള്ള ഒരു സ്റ്റെപ്പായിരുന്നു ആണ് എന്ന് അങ്ങ് നമ്മൾ കരുതുക. അതങ്ങനെ തന്നെയാണ് എന്ന് വിചാരിക്കുക. എന്തോ ഫ്യൂച്ചറിൽ എന്തോ ഒരു വലിയൊരു വിപത്ത് അല്ലെങ്കിൽ ആപത്ത് വരാനിരുന്നത് തട്ടി മാറ്റാനാണ് ഇപ്പം ഇങ്ങനെ ഒരു നെഗറ്റീവ് നമ്മുടെ ലൈഫിൽ വന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, അത് നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ പ്രശ്നങ്ങളാണ് എങ്കിലും അങ്ങനെ അതിനെ ഫേസ് ചെയ്യുക. ഓക്കെ, എന്തോ ഒരു വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നമുക്ക് കിട്ടാനാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ എക്സാം ക്യാൻസൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ ലീക്ക് ചെയ്ത ക്വസ്റ്റ്യൻ കിട്ടിയ ആളുകൾക്ക് വളരെയധികം മാർക്ക് കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ എന്താ പറ്റുക, നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്തു, എന്നിരുന്നാൽ പോലും നമ്മുടെ റാങ്ക് താഴേക്ക് വരികയും അതുപോലെ തന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടാതെ വരാനുമുള്ള ചാൻസ് ഉണ്ടായിരുന്നില്ലേ അല്ലേ. അതങ്ങനെ തന്നെയല്ലേ. കാര്യം ഒരുപാട് കുട്ടികൾക്ക് എബവ് 700 മാർക്സ് ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ കിട്ടിയ എത്രയോ ആയിരക്കണക്കിന് കുട്ടികൾക്ക്. അപ്പോൾ നമ്മളെപ്പോലെ കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികൾക്ക് ഒരു അവസരം അവിടെ കിട്ടുകയില്ല. അപ്പോൾ നമ്മുടെ എക്സാം ക്യാൻസൽ ചെയ്തത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ലീക്ക് ചെയ്ത സ്ഥിതിക്ക് എക്സാം ക്യാൻസൽ ചെയ്തത് തന്നെയാണ് നല്ലത്. മാത്രമല്ല, നമ്മൾ അങ്ങനെ ഒരു എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്തു, അതൊരു മോക്ക് എക്സാം പോലെ എടുക്കുക. നിങ്ങൾ പഠിച്ച സ്ഥാപനങ്ങളിലൊക്കെ എത്രയോ മോഡൽ എൻട്രൻസ് എക്സാംസ് എഴുതിയിട്ടുണ്ടാവുമല്ലോ. അതിലൊരെണ്ണമാണ്, അല്ലെങ്കിൽ അതിൽ ഏറ്റവും അവസാനത്തെ ഒരു എക്സാമാണ് നമ്മൾ എഴുതിയതെന്ന് ധരിക്കുക. അപ്പോൾ ശരിക്കുള്ള നീറ്റ് എഴുതുന്നൊരു അറ്റ്മോസ്ഫിയറും എൻവയോൺമെൻറ്റും എല്ലാം നിങ്ങൾക്ക് കിട്ടിയായിരുന്നു, നിങ്ങളതിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അപ്പോൾ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ പരിഹരിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് കിട്ടിയത്. തെറ്റുകൾ മനസ്സിലാക്കാനുള്ള അവസരമാണ് അത് കിട്ടിയതെന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കുക. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് റിവിഷൻ ഫേസാണ്, റിവൈസ് ചെയ്യാൻ മാത്രമായിട്ട് എടുക്കുക. തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ട് തെറ്റിയെന്ന് അനലൈസ് ചെയ്യുക, ആ പോർഷൻ ഒന്നും കൂടെ വായിക്കുക. ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഇപ്പോൾ വലിയ തിയറി ഒന്നും പഠിച്ചുകൊണ്ടിരിക്കാനുള്ള സമയവും കാര്യങ്ങളൊന്നുമില്ല. ക്വസ്റ്റ്യൻസ് ചെയ്ത് അതിലെ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ്, ആ പോർഷൻസ് വായിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ചെയ്യാൻ പറ്റാത്ത റീജിയൻസിലെ ടോപ്പിക്ക് NCERT വായിക്കുക. ഇങ്ങനെയൊക്കെ പോവുക കേട്ടോ. അപ്പോൾ വരുന്ന നീറ്റ്, അതായത് റീനീറ്റ്, ജൂൺ 21 നിങ്ങൾ എഴുതാൻ പോകുന്ന റീനീറ്റിന് നിങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ആ പ്രാർത്ഥന മിസ്സിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ടീച്ചർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.